നമസ്കാരം, ബയോടെക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സായി പൗർണമി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോടെക്കിൻ്റെ ഹോട്ടൽ പ്രോജക്ട്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കുടപ്പനക്കുന്ന് ഇരപ്പുകുഴി എന്ന സ്ഥലത്താണ്. ഇവിടെയുള്ള കല്യാണി കാറ്ററിംഗ് സർവീസ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കസ്റ്റമറാണ്. കല്യാണി കാറ്ററിംഗ് സർവീസിൻ്റെ ഉടമ നിശാന്ത് ഏട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ബയോടെക്കിൻ്റെ ഹോട്ടൽ പ്രോജക്ട്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ത്രീകൾ നടത്തുന്ന സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ ഈ ഹോട്ടൽ പ്രോജക്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഉണ്ടാകുന്ന ജൈവ മാലിന്യ വേസ്റ്റുകളൊക്കെ കറക്റ്റായ രീതിയിൽ സംസ്കരിക്കാനും അതിൽ നിന്ന് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പദ്ധതിയാണ് നമ്മുടെ ബയോടെക്കിൻ്റെ ഹോട്ടൽ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഹാപ്പി കസ്റ്റമറായ നിശാന്ത് ഏട്ടൻ്റെ വീട്ടിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കല്യാണി കാറ്ററിംഗ് സർവീസിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബയോടെക് സ്ഥാപിച്ചിട്ടുള്ള ടർബോ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഉപയോഗങ്ങളും പെർഫോമൻസും റിവ്യൂ ഒക്കെ ശേഖരിക്കാനാണ് നമ്മളിവിടെ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാം. കമോൺ. നിശാന്ത് ഏട്ടാ, അപ്പോൾ എന്താണ് കല്യാണി കാറ്ററിംഗ് സർവീസിനെ കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് അച്ഛൻ കാറ്ററിംഗ് ആയിരുന്നു, ഞങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ ഇപ്പോൾ കാറ്ററിംഗ് തുടങ്ങിയിട്ട് 2 വർഷമായുള്ളൂ. 2 വർഷം ഇവിടെ തുടങ്ങിയിട്ട് നെടുമങ്ങാടാണ് ഞങ്ങൾ ആദ്യമായിരുന്നു, പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഈ വീട്ടിൽ തന്നെയാണ് കാറ്ററിംഗ് സർവീസ് പ്രവർത്തിക്കുന്നത്? വീട്ടിൽ ഞങ്ങൾക്ക് കിച്ചൺ ഉണ്ട്, അവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന സഹോദരങ്ങളാണ് ചെയ്യുന്നത്. ശരി. അപ്പം ഇവിടെ ഇപ്പോൾ 2 വർഷം അല്ലേ? ഇവിടെ ഇപ്പോൾ 2 വർഷം. 2 വർഷം. അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ബയോടെക്കിലേക്ക് എത്തിപ്പെട്ടത്? നമുക്ക് വേസ്റ്റ് കളയാനോട് വേസ്റ്റ് ഇപ്പം അതുകൊണ്ടൊരു ഉപയോഗം ഉണ്ടാവുമല്ലോ, കത്തിക്കാനായാലും എന്തിനായാലും അതുകൊണ്ടൊരു ഉപയോഗം. അങ്ങനെയാണ് ബയോടെക്. എങ്ങനെയാണ് ബയോടെക്കിനെ കുറിച്ച് അറിഞ്ഞത്? എങ്ങനെയാണ്? അത് പരസ്യം നേരത്തെ കണ്ടിട്ടുണ്ട്, പിന്നെ അവരെ ഓഫീസിൽ നിന്ന് ആൾ വന്നു, അതുപോലെ കാറ്ററിങ്ങിന് ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം ചേട്ടൻ്റെ കാറ്ററിംഗ് സർവീസിന് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ നമ്മുടെ ബയോടെക്കിൻ്റെ ബയോഗ്യാസ് പ്ലാൻ? അപ്പോൾ ചേട്ടൻ ഒരു ഹാപ്പി കസ്റ്റമറാണ്. ഹാപ്പിയാണ്. അപ്പോൾ നിശാന്ത് ഏട്ടൻ്റെ വീട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ബയോടെക്കിൻ്റെ ടർബോ ഹൈ പ്രഷർ പ്ലാന്റ് ആണ്, ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ചേട്ടാ, നമുക്കൊന്ന് പ്ലാന്റ് കണ്ടാലോ? ശരി. നമ്മുടെ ഇത് ടർബോ ബയോഗ്യാസ് പ്ലാന്റ് ആണ്, ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായി അങ്ങനെ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് കൊണ്ടുവരുന്നത് ബയോടെക് ഇന്ത്യയാണ്. അപ്പോൾ ഇതിപ്പോൾ 2.5 ഘനമീറ്റർ ആണ് ഇതിൻ്റെ വോളിയം വരുന്നത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ എങ്കിലും ഇതിൻ്റെ താഴോട്ടും കുഴിച്ച് വെച്ചേക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ബാക്കി ഭാഗം മണ്ണിൻ്റെ അടിയിലാണ്. ഇപ്പോൾ 2.5 ഘനമീറ്ററാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത്. ഹൈ പ്രഷറാണ്. മാത്രമല്ല ഇതിൽ മസ്കിറ്റോ ബ്രീഡിങ്ങോ അല്ലെങ്കിൽ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നവും നമ്മുടെ ഈ ടർബോ ബയോഗ്യാസ് പ്ലാന്റിൽ ഇല്ല. ഇപ്പോൾ ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവുമല്ലോ, നല്ല ചൂടുള്ള ഹൈ ഫ്ലെയിമാണ് സ്റ്റൗവിൽ നിന്ന് നമുക്ക് ലഭിക്കുക. മാത്രമല്ല ഇതിൽ ഓട്ടോമാറ്റിക് സ്ലറി മിക്സിംഗ് സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതുകൂടാതെ യുണീക്കായിട്ടുള്ള മറ്റ് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ബയോടെക്കിൻ്റെ ടർബോ ബയോഗ്യാസ് ഹൈ പ്രഷർ ബയോഗ്യാസ് പ്ലാന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ടർബോ ബയോഗ്യാസ് പ്ലാന്റിൻ്റേത്. അപ്പോൾ ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ റിവ്യൂസൊക്കെ നമുക്ക് നിശാന്ത് ഏട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ ഇപ്പോൾ ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് എത്ര നാളാവും? 1 മാസമാവും. 1 മാസമാവും. അപ്പോൾ 1 മാസത്തിന് മുൻപുള്ള ഇവിടുത്തെ ഉപയോഗവും ഈ പ്ലാന്റ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളും അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാറ്റങ്ങൾ ഞങ്ങൾക്കിപ്പം വേസ്റ്റ് ഒന്നും വെളിയിൽ കളയാൻ വരുന്നില്ല, എല്ലാം ഇതിനകത്താണ് ഞങ്ങൾ നിക്ഷേപിക്കുന്നത്. അപ്പം നല്ലൊരു ഉപയോഗമാണ്. ഇനി അടുത്ത് അങ്ങോട്ട് പോകുന്നതോറും നല്ലതായിട്ട് വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.
അപ്പോൾ ഒരു മാസത്തിന് മുൻപ് എങ്ങനെയായിരുന്നു LPG സിലിണ്ടറിൻ്റെ എണ്ണം എത്ര ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര എണ്ണമായിട്ട് ചുരുക്കാൻ കഴിഞ്ഞോ? അതിന് മുന്നോട്ട് പോകുമ്പോഴേ അറിയാൻ പറ്റും. എന്നാലും നല്ല മാറ്റം വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഡെയിലി എത്ര എമൗണ്ട് വേസ്റ്റ് ആണ് ഇതിലിടുന്നത്? നമ്മളിപ്പോൾ ഒരു 3 കിലോ 5 കിലോ ഒക്കെ ഇപ്പോൾ ഇടാൻ പറ്റത്തുള്ളൂ, തുടക്കമല്ലായിരുന്നു. മുന്നോട്ട് കൂടുതൽ ഇടാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് പിന്നീട് ലഭിക്കുന്ന സ്ലറി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഒരു 2 മണി അത് ഞങ്ങൾ ചെടിയുടെയും വളമായിട്ട് ഉപയോഗിക്കും. ഓക്കെ. എന്നും നല്ല അളവിൽ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോ? കാറ്ററിംഗ് സർവീസ് അല്ലേ? എന്തായാലും ഒരു 3-4 കിലോ ഒക്കെ കിട്ടും, ഇടാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജൈവ മാലിന്യമൊക്കെ സംസ്കരിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾക്ക് കുറച്ച് പുരയിടമുണ്ട്, വാഴയും ഞങ്ങൾ അവിടെ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. അപ്പം ബയോടെക്കിൻ്റെ ആൾ വന്നിട്ട് ഇതേപോലെ ഒരു പ്ലാന്റ് പോകും. അപ്പോൾ പ്ലാന്റ് വന്നതിന് ശേഷം വേസ്റ്റ് മാനേജ്മെന്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പം ഞങ്ങൾക്ക് അതുവരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ പരിസരമൊക്കെ വൃത്തിയായി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേസ്റ്റ് എങ്ങനെയാണ് തരംതിരിച്ച്, ഇപ്പം ലിക്വിഡായിട്ടുള്ളത് സെപ്പറേറ്റ് അല്ലാണ്ട് ഉള്ളത് സെപ്പറേറ്റ് ഒക്കെ തരംതിരിച്ചിട്ടാണോ ചെയ്യുന്നത്? ഇപ്പം ലിക്വിഡായിട്ടുള്ളതാണ് കൂടുതൽ നിക്ഷേപിക്കുന്നത്, തരംതിരിച്ചാണ്. ഓക്കെ. ഇപ്പം ഡെയിലി യൂസിൽ നോക്കുമ്പോൾ എത്ര മണിക്കൂർ ബയോഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, 1 മണിക്കൂർ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം രാവിലെ കത്തിക്കുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ കിട്ടും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ വൈകുന്നേരം ചിലപ്പോൾ കത്തിക്കുമ്പോൾ കുറച്ച് അതേപോലെ 1/2 മണിക്കൂറൊക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടെ കുക്കിങ്ങിന് മെയിൻലി എന്തൊക്കെ ഫുഡ് തിളപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ ഈ ഗ്യാസ് വെച്ച്? ഞങ്ങൾ കൂടുതലത് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അരിയൊക്കെ വേവിക്കാനുള്ള ഗ്യാസ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ വെള്ളം കൂടുതലും കുടിവെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം ഒക്കെ നല്ല ചൂടുള്ള ഹൈ ഫ്ലെയിം തന്നെയാണോ? അപ്പോൾ LPG ഗ്യാസും ബയോഗ്യാസ് തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ LPGയുടെ അത്ര ചൂട് ഇതിന്, എന്നാലും കുഴപ്പമില്ല. അതിന് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്നാലേ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലേ അത് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിച്ച് ഇത് കണ്ടതിന് ശേഷം അടുത്തുള്ള അയൽപ്പക്കത്തൊക്കെ ഉള്ള ആൾക്കാർ ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ചോദിച്ചിരുന്നു. അവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നോ? നമ്മളിതുവരെ അങ്ങനെ ഒരു ഇത് വന്നില്ല. എങ്കിൽ അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിക്കണമെങ്കിൽ ഞങ്ങൾ നല്ല അഭിപ്രായം പറയും. ചേട്ടാ, ഇവിടെ ഇപ്പോൾ പ്ലാന്റ് ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ഇപ്പോൾ ചേട്ടന് എളുപ്പമാണോ, പാടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പാടായിട്ട് തോന്നാനൊന്നുമില്ല. അവർ നല്ല രീതിയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമ്മയും അവരൊക്കെ ഉപയോഗിക്കുന്നത്, അവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും. അപ്പോൾ വീട്ടിലെ സ്ത്രീജനങ്ങൾക്കും എല്ലാവർക്കും ഇത് പ്രവർത്തിപ്പിക്കാൻ അറിയാം. അപ്പോൾ അതിലൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും? എല്ലാ ബുദ്ധിമുട്ടൊന്നും. നമ്മൾ LPG ഗ്യാസ് കത്തിക്കുമ്പോഴും ബയോഗ്യാസ് കത്തിക്കുമ്പോഴും ഇപ്പം കാണുമ്പോഴുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ, കളറിനാണെങ്കിലും അല്ലെങ്കിൽ സ്മെല്ല്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിന് സ്മെല്ലൊന്നും തോന്നില്ല, പക്ഷേ ഇത് അതിനേക്കാളും കുറച്ചുകൂടെ സുരക്ഷിതമാണ്. കൈയും വെള്ളത്തില്ല, നമുക്ക് പ്രതിപ്പെട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. സ്റ്റൗ ഒക്കെ നല്ല വൃത്തിയും എടുപ്പുമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? സ്റ്റൗ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇല്ല, എളുപ്പമാണ്. അപ്പോൾ ഈസി വേ ആണ് സ്റ്റൗ ഒക്കെ പ്രവർത്തിപ്പിക്കാൻ. ഓക്കെ. അപ്പോൾ ഇതിപ്പം എത്ര നേരം ഇപ്പോൾ കിട്ടും ഇതിൽ നിന്ന് ഫ്ലെയിം? നമ്മളിപ്പോൾ ഒരു വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുവാണെങ്കിൽ എത്ര നേരം എടുക്കും? ഇപ്പോൾ രാവിലെ കത്തിക്കുമ്പോൾ 1 മണിക്കൂർ എന്തായാലും കിട്ടും. 1 മണിക്കൂർ. ഓക്കെ. അപ്പോൾ വെള്ളമൊക്കെ തിളക്കാൻ എത്ര സമയം എടുക്കുമായിരിക്കും? നമ്മുടെ വീട്ടിലിവിടെ വെള്ളം തിളക്കാൻ എന്തായാലും 1 മണിക്കൂർ എന്തായാലും എടുക്കും. ശരി. ഓക്കെ. ഹീറ്റ് വരുന്നുണ്ടോ? അത്യാവശ്യം ഉണ്ടോ? ഇപ്പം നിൽക്കുമ്പോഴും, ഇപ്പോൾ തിളപ്പിക്കാൻ നിൽക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും ഫിസിക്കലി വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് യൂസ് ചെയ്യാനും ഏറ്റവും കംഫർട്ടബിൾ ആണ് എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ബയോടെക്കിന്റെ ലേബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ നല്ല സേവനമാണ്. അപ്പോൾ സേവനത്തിൽ ചേട്ടൻ ഹാപ്പിയാണ്. ഓക്കെ, മുന്നോട്ടും അത് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ചേട്ടന് ഇപ്പം ഒരു മാസം യൂസ് ചെയ്ത് നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്ന് ചേട്ടൻ പറയും. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിനോട് ചേട്ടൻ എന്താണ് ഒരു അഭിപ്രായം എന്ന രീതിയിൽ പറയാനുള്ളത്? ഇപ്പോഴത്തെ നമ്മുടെ സിറ്റിയുടെ അവസ്ഥ അനുസരിച്ച് എല്ലാ വീട്ടിലും ഓരോന്ന് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാടും ഈ സ്ഥലങ്ങളെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം വേസ്റ്റ് ആൾക്കാർ കൊണ്ടറിയുകയാണ്. LPG-യുടെ വിലയും കൂടി വരുന്നൊരു സാഹചര്യം. ശരി. അപ്പോൾ വിലയേറിയ അഭിപ്രായമാണ് ബയോടെക്കിൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമറായ നിശാന്തേട്ടനിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നിശാന്തേട്ടനെ പോലെ ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് വേറെയും നമ്മുടെ ബയോടെക് ഇന്ത്യയുടെ സമ്പത്താണ്. അപ്പോൾ ഒരുപാട് ഹോട്ടൽ ഉടമകളും ചേട്ടൻ്റെ ഭാര്യയും പോലും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇനിയുമുണ്ട്. അവരൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡുകളായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു പുത്തൻ കസ്റ്റമർ റിവ്യൂ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബായ്, നന്ദി.